അത്തരമാറ്റിലാണെങ്കിൽ നമ്മുടെ മാളവികയെ വകവരുത്താനായിട്ടുള്ള നാഗേന്ദ്രൻ്റെ പദ്ധതിയാണ് കാണാനായിട്ട് സാധിക്കുക. തക്ക സമയം നവ്യ ഇടപെടുന്നത് കൊണ്ട് തന്നെ ആദർശിന് നമ്മുടെ മാളവികയെ രക്ഷിക്കാൻ സാധിക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. അതായത് മാളവിക ഇങ്ങനെ ഒരു വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് ഒരു കൂട്ടുകാരി വഴി നമ്മുടെ നവ്യ ആദർശിനെ അറിയിക്കുന്നത് കൊണ്ടാണ് ആദർശിന് മാളവികയെ, തൻ്റെ സഹായിയെ, തൻ്റെ ചാരയെ രക്ഷിക്കാനായിട്ട് കഴിയുന്നത് എന്ന് സാധിക്കും. അതിനിടയിൽ നാഗേന്ദ്രനും ആദർശവും നേർക്കുനേർ കൊമ്പ് കോർക്കാനായിട്ട് തുടങ്ങുന്നത് കാണാം. ആദർശാണെങ്കിൽ നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, എടോ തൻ്റെ കളികളൊക്കെ ഇതോടെ അവസാനിപ്പിച്ചോളണം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊന്നുകളയും, ഞാൻ തന്നെ ജീവിക്കാനായിട്ട് ഇനി ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എടാ പീറ ചെക്ക, നീ മര്യാദയ്ക്ക് പോകുന്നത് തന്നെയാണ് നിനക്ക് നല്ലത്. എന്നെ വെല്ലുവിളിക്കാൻ നിൻ്റെ മുത്തശ്ശൻ വരെ ഒന്ന് മടിക്കുമെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇനിയും നീ എൻ്റെ കുടുംബത്തിനെതിരെ വന്നാൽ നിന്നെ വേരോടെ ഞാൻ നശിപ്പിച്ച് കളയുമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നാഗേന്ദ്രനൊന്ന് പേടിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയൂട്ടോ. നാഗേന്ദ്രനാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, ഇനിയും പ്രശ്നത്തിന് പോണോ, ഇവനെ ശത്രുവാക്കി മാറ്റണോ എന്ന് ചിന്തിക്കുന്നത് കാണാം. തൻ്റെ കമ്പനി അവസ്ഥയിൽ നിൽക്കുമ്പോൾ തൻ്റെ മകളുടെ കാര്യം കൂടി അറിഞ്ഞാൽ ആകെ പ്രശ്നമാകുന്ന ചിന്തിക്കുന്ന നാഗേന്ദ്രനെ കാണാനായിട്ട് കഴിയും.